എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ശ്രീദേവിനെയും വിദ്യയെയും പാട്ട് പിടിപ്പിക്കാനായിട്ട് മാഷ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ആദ്യത്തെ പാട്ട് ശ്രീദേവി പാടിയപ്പോ തന്നെ മാഷിന് ഒരു കാര്യം മനസ്സിലായി. പാട്ടിന്റെ ABC പോയിട്ട് ശരിക്കും ഒരു പാട്ട് പാടാൻ പോലും ഇവർക്ക് അറിയില്ലെന്ന്. ആ സമയം ഉദയഭാനു പറഞ്ഞു, അതെ എന്റെ മോള് നന്നായിട്ടല്ല പാട്ട് പാടുന്നതെന്ന് ചോദിക്കുക. അതെ സാറെ പറയുന്നുണ്ടോന്ന് തോന്നരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവരെ ഒരിക്കലും എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയണേ. താൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ ഒരാഴ്ച കൊണ്ട് പാട്ട് പഠിപ്പിക്കാനായിട്ട് അത് ഇവരെ ഒരു കാരണവശാലും നടക്കില്ല. അത്യാവശ്യം കുറെ കലാവാസനയൊക്കെ ഉള്ളവർക്ക് മാത്രമേ പെട്ടെന്ന് പാട്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് പാട്ട് എന്താ, അതിന്റെ വരികൾ എന്താ, അതിന്റെ അർത്ഥം എന്താന്ന് പോലും അറിയത്തില്ലത്തെ ഇവരെ ഞാൻ ഒരാഴ്ച കൊണ്ട് എങ്ങനെ പാട്ട് പഠിപ്പിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു, അയ്യോ മാഷ അങ്ങനെയൊന്നും പറയരുത്, എന്റെ മക്കളെ പെട്ടെന്ന് തന്നെ പാട്ട് പഠിപ്പിക്കണം, ഞങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെന്ന് പറയണം. നിങ്ങൾക്ക് എത്ര അത്യാവശ്യമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതിന് അത്യാവശ്യം കഴിവുകളും കാര്യങ്ങളൊക്കെ കിട്ടണം. പിന്നെ ജന്മസിദ്ധമായിട്ട് കുറച്ച് കഴിവുകൾ കിട്ടും. ഇതൊന്നുമില്ലാത്ത ഇവരെ ഞാൻ എന്ത് ചെയ്യിക്കാനെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു, മാഷ് പറയുന്ന പൈസ തരാം. പൈസയും കൊണ്ട് മാത്രം ആയില്ല സാറേ, അതിനുള്ള കഴിവും കൂടെ ഇവർക്ക് വേണ്ടേന്ന് ചോദിക്കാം. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം എന്നും പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോകാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഉദയഭാനു അയാളുടെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, എന്റെ മക്കളെ എങ്ങനെയല്ലെന്ന് പാട്ട് പിടിപ്പിച്ചിട്ട് പോകാൻ പറയാം. അവസാനം പറഞ്ഞു എന്നെ വെറുതെ വിട്ടേക്കാനും പറഞ്ഞുകൊണ്ട് അയാൾ ജീവനം കൊണ്ട് ഓടുവാണ്. ഈ സമയം ശ്രീകല പറഞ്ഞു, എന്റെ മക്കൾ ഇത്ര നല്ലതായിട്ട് പാട്ട് പോലും അയാൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പോലും. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, എന്റെ അമ്മേ അതിന് ഞങ്ങൾക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ല, അതിനൊക്കെ ഒരു കഴിവുണ്ടെന്ന് പറയാണ്. ഈ കഴിവില്ലാതെ ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും. ഉദയഭാനു പറഞ്ഞു, അങ്ങനെ പറയലും മോളെ, നീ അത്യാവശ്യം പാട്ട് പാടില്ലെന്ന് ചോദിക്കും. പിന്നെ ഇതൊക്കെയാണോ പാട്ട്? എന്റെ അച്ഛാ ഇതിന്റെ ഒന്നും കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ കള്ളങ്ങളുടെ ഒരു കൂമാരം പറഞ്ഞ ദേവമംഗലത്തേക്ക് കയറി ചെല്ലാൻ പോകുന്നേ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അച്ഛനോട് ആരാ പറഞ്ഞേ ഞാൻ പാട്ട് പാടും ഡാൻസ് ചെയ്യുന്നൊക്കെ? ശ്രീകല പറഞ്ഞു, കുഴപ്പമില്ല, പാട്ടിന്റെ കാര്യത്തിൽ ഓക്കെ, ഇനി ഡാൻസ് പഠിക്കാനായിട്ട് നിന്നെ ആളെ വിളിക്കുന്നുണ്ടെന്ന് പറയണം. എന്റെ അമ്മേ വെറുതെ വിട്ടാരെ, ഇനി അയാളും കൂടെ വന്നു കഴിയുമ്പത്തേന് ഇനിയിപ്പം എന്തായാലും കാണാൻ പോകുന്നു പറയാൻ പറ്റില്ല. വെറുതെ എന്തിനാ ഡാൻസും പാട്ടും ഒന്നും വേണ്ടമ്മേ, ഉള്ളതൊക്കെ മതിയെന്ന് പറയണം. വിദ്യ പറഞ്ഞു, അല്ല അച്ഛനും അമ്മയും പറഞ്ഞു പോയില്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അറിയത്തില്ലാത്ത കാര്യം ഇവരോട് ആരെ വിളിച്ചു പറയാൻ പറഞ്ഞേ? നാളെ അവിടെ ചെന്നിട്ട് രണ്ടുപേരും പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവരെല്ലാം ഇറങ്ങി ഓടൂലോ എന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല, എന്റെ മോളുടെ സൗണ്ട് അത്രയ്ക്ക് മോശപ്പെട്ട സൗണ്ടൊന്നും അല്ലെന്ന് ശ്രീകല പറയണം. പിന്നെ അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മതി. ഇന്ന് തന്നെ ഞാൻ ആകെപ്പാട് ടെൻഷനായിപ്പോയി. അന്തേണ്ട ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് ചെയ്യുമ്പോൾ എനിക്ക് എത്രമാത്രം വെപ്രാളമായിരുന്നറിയാവോ? എങ്ങാനും എന്റെ നാക്കു പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ അത് മതി, വലിയ MA ലിറ്ററേച്ചർ ആണെന്ന് പറഞ്ഞിരുന്നിട്ട് ഇംഗ്ലീഷ് 4 വരി സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ തന്നെ അവർക്ക് നമ്മുടെ കള്ളത്തരമൊക്കെ മനസ്സിലാവില്ലേ? കല്യാണത്തിന് മുമ്പ് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നെന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു. അതോടുകൂടി കല്യാണം മുടങ്ങിയത് തന്നെ. മോളെ എന്തൊരു കാര്യം ചെയ്താലോ, നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചാലോന്ന് ചോദിക്കാം. ഇതേ മിണ്ടരുത്, അവസാന നിമിഷത്തെ ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയണം. പിന്നീട് ശ്രീദേവി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നെ മിത്ര പഠിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരിനോട് ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടെ. ആരായിരിക്കും പോലും എന്നോർത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ആരിന. അപ്പോഴാണ് ആരിന ആ കാഴ്ച കാണുന്നത്. അത് രാജൻ മാത്യു സാറായിരുന്നു. കാരണം റിട്ടയർ ആയ IAS ഓഫീസർ ആയിരുന്നത്. പെട്ടെന്ന് ആരിനെ ഓടിച്ചിട്ട് പറഞ്ഞു, ആഹാ സാറെ കയറി വരാൻ പറയണം. അല്ല സാറിന് എങ്ങനെ വീട് മനസ്സിലായി? അതൊക്കെ ഞാൻ മനസ്സിലാക്കി, എനിക്കൊരു വീട് കണ്ടുപിടിക്കാനാണ്ടോ ബുദ്ധിമുട്ടെന്ന് പറയാ. പിന്നീട് ഓടിച്ചെന്ന് മിത്രനെ വിളിക്കുകയാണ്. മിത്ര നിനക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറയണം. ഗസ്റ്റോ? അതാരാ? അതൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ മിത്ര അങ്ങോട്ട് വന്നു. മിത്രയ്ക്ക് ആളെ കണ്ടപ്പോഴേ മനസ്സിലായി, കാരണം കോളേജിൽ മുമ്പ് പ്രസംഗിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് ആരും പറഞ്ഞു, ഇതെന്റെ ഭാര്യ മിത്ര. ആ മനസ്സിലായെന്ന് പറയാണ്. ആളെ മനസ്സിലായെന്ന് മിത്രയ്ക്കെന്ന് ചോദിക്കും. എനിക്ക് മനസ്സിലായി, രാജൻ മാത്യു സാർ അല്ലേന്ന് ചോദിക്കും. അതേന്ന് പറയാം. അല്ല എന്നെ കുറിച്ച് കൂടുതൽ അറിയായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, എനിക്കറിയാം സാറെന്ന് പറഞ്ഞ് പറയുവാണ്. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, ഞാൻ മുമ്പ് നിനക്ക് ടെസ്റ്റുകളൊക്കെ കൊണ്ടു തന്നിട്ടില്ലേ, അത് ഈ സാറ് തന്നിട്ട ടെസ്റ്റാന്ന് പറയാണ്. മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആഹാ അപ്പൊ എന്നെ കുറിച്ചൊക്കെ സാറിനോട് ചർച്ച ചെയ്യാറുണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പുള്ളിക്കാരൻ പറഞ്ഞു, അത് പിന്നെ ഇല്ലാതിരിക്കോ, എനിക്ക് ആരിനെ ഇഷ്ടപ്പെട്ടു. കാരണം സ്വന്തം ഭാര്യനെ പഠിപ്പിക്കണമെന്ന് ഇത്രയധികം മോഹമുള്ളൊരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും സ്വന്തം ഭാര്യനെ നല്ലൊരു കാര്യക്ക് എത്തിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചെറുപ്പക്കാർ കുറവാന്ന് പറയണം.
നീ മിത്രയുടെ ഭാഗ്യമാ ഇങ്ങനെയുള്ളൊരു പുരുഷനെ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് പറയണം. പിന്നെ IAS എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അറിയാലോ. എനിക്കത് അറിയാൻ സാറെന്ന് പറയണം. ഇത് മാത്രം പോരാ, ടെസ്റ്റുകൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഒരു കോച്ചിങ് സെന്ററിൽ പോകണം. പ്രിലിമിനറി പാസ് ആണെങ്കിൽ നല്ല ടഫായിട്ടുള്ള കാര്യമാണ്. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കുന്ന പോലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അത് പോരാ, എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം എന്ന് പറയാം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാന്ന് പറയാം. പിന്നെ മിത്ര പറഞ്ഞു, കോച്ചിങ് സെന്ററിലൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന് പറയാം. അതെന്താ, അതിനൊക്കെ കുറെ പണം ചെലവാകല്ലേ സാർ, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചാളെന്ന് പറയാം. ഇത് കേട്ടതും പുള്ളിക്കാരൻ പറഞ്ഞു, അതെ ഇനിയിപ്പോ പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, കോച്ചിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ വേണേ ഏർപ്പാടാക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അതൊന്നും വേണ്ട സാറെന്ന് പറയണം. ആരിനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, സാറിന് ഇനിയും ബുദ്ധിമുട്ടെങ്കിൽ ശരിയാണോ, കാരണം അല്ലെ തന്നെ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സാറ് പറഞ്ഞു, എനിക്ക് പഠിക്കുന്ന കുട്ടികളെ പണ്ടേ തൊട്ട് ഇഷ്ടമാണ്, ഇത്രയും നല്ല ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പഠിക്കാൻ ഇത്ര ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി ഉറപ്പായിട്ടും എനിക്ക് അറിയാം. നീ IAS എടുക്കുക തന്നെ ചെയ്യും, മനസ്സിലൊരു തീർച്ചയായും തീരുമാനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്തും. പോരാത്തന് ആരും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു, ഉറപ്പായിട്ടും നിനക്ക് IAS എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനുഗ്രഹിക്കുവാണ്. രണ്ടുപേർക്കും അനുഗ്രഹം കിട്ടി. ഈ സമയം മിത്ര പറഞ്ഞു, ആരിന്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു, ആന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു IAS എടുക്കണം എന്നുള്ളത്. എന്നിട്ട് എന്താ ആര്യ, നീ അതിന് ശ്രമിക്കാറുണ്ടെന്ന് ചോദിക്കാം. ഇത് കേട്ട ആര്യം പറഞ്ഞു, ആദ്യം മിത്രയുടെ കാര്യം ഒന്ന് കഴിയട്ടെ സാർ, മിത്ര പഠിച്ച് പാസ്സാവട്ടെ, IAS എടുക്കണം എന്റെ ഏറ്റവും വലിയ മോഹമാണ്. പിന്നെ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, അതിനുശേഷം പിന്നെ എന്റെ കാര്യം ഞാൻ തീരുമാനിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി സാറങ്ങോട്ട് പോന്നെ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആര്യനോട് ചോദിച്ചു, ആര്യ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. എന്ത്, അല്ല സാറിങ്ങോട്ട് വന്നതേ, അപ്പൊ എന്നെ കുറിച്ചും ആരിനെ കുറിച്ചൊക്കെ എല്ലാം അറിയാല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്, ഞാൻ ഡെലിവറി കൊടുക്കാൻ പോയപ്പോ തൊട്ടുള്ള പരിചയമാണെന്ന് പറയാം. അപ്പൊ സാറിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാ സാർ പറഞ്ഞേ, സാർ IAS കാരനല്ലേ, അപ്പൊ സാറിന് കാര്യങ്ങളൊക്കെ അറിയാലോ, ആ സാറിന്റെ അടുത്ത് ഇടയ്ക്ക് ചെന്നാൽ മതി, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാർ ഇത് ക്ലിയർ ചെയ്ത് തരുമെന്ന് പറയണം. മിത്ര പറഞ്ഞു, ഞാൻ എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ, എനിക്ക് അത്ഭുതമായിരിക്കും എന്നൊക്കെ പറയണം. ഇത്രയ്ക്ക് ആ പഴം വല്ലാത്ത സന്തോഷം തോന്നുന്നു, തനിക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം ആരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ എങ്ങനെയും പഠിച്ച് IAS നേടിയെടുക്കണം, അല്ലെങ്കിൽ പാവം ആര്യം തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. ആരിന്റെ പഠിപ്പ് പോലും വേണ്ടെന്ന് വെച്ചാണ് തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ മിത്രയുടെ കണ്ണ് നിറഞ്ഞു വന്നു. ആരും ചോദിച്ചു, എന്താന്ന് ചോദിക്കണേ. ഒന്നുമില്ലാന്ന് പറഞ്ഞാലും മിത്ര അകത്തേക്ക് കയറി പോവാണ്. പിന്നീടാണ് ഏറ്റവും വലിയ ടിസ്റ്റ് നടക്കുന്നത്. ബാലനും ധർമ്മനും ആകാശം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കാറും കൊണ്ടുവരുന്നത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അത്തരം ആനന്ദ് ഇരിക്കുന്നുണ്ട്. ഇത് കൊള്ളാലോ, ഓഹോ അപ്പൊ അളിയനാള് കൊള്ളാലോ എന്ന് പറയാണ്. എന്താടാ നമ്മ, അല്ല അളിയനപ്പൊ പിശുക്കി പിശുക്കി വെച്ചോണ്ടിരുന്ന കാറ് മേടിക്കാനായിരുന്നു അല്ലേന്ന് ചോദിക്കണം. കാറ് മേടിക്കണം, അല്ല പിന്നെ അപ്പൊ അളിയന് മൂത്ത മാന് വേണ്ടി ഒരു കാർ അങ്ങോട്ട് മേടിച്ചു കൊടുത്തല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ആകാശം ഒന്ന് നോക്കുവാണ് ബാലനെ. അപ്പത്തേക്കും ഗോമതി മീനാക്ഷിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഗോമതി ഒരു അത്ഭുതത്തോട് കൂട്ടാണ് നോക്കുന്നത് ആ കാറ്. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അളിയ, ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു കാറ് വേണമെന്ന് അളിയന് തോന്നിയില്ലോ. ഇതിനു മുമ്പ് എവിടെയൊക്കെ എല്ലാരും കൂടെ ഒരുമിച്ച് പോയിട്ടുണ്ട്, അന്നെല്ലാം ടാക്സി വിളിച്ചോണ്ടാ പോയിരിക്കുന്നത്, ഇപ്പൊ അളിയൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാനെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്, ഇപ്പോഴല്ല കാര്യങ്ങള് പിടികിട്ടിയത്. എന്നാലും ഉദയഭാനു സാറിന്റെ ഒപ്പം എത്താൻ വേണ്ടിട്ട് അളിയൻ കുറെ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോന്ന് പറയാണ്. ആകാശ് പറഞ്ഞു, അച്ഛൻ കൊള്ളാട്ടോ, എന്നാലും അച്ഛൻ ഈ കാര്യം ഞങ്ങളോട് എന്തിനാ മറച്ചു വെച്ചെന്ന് ചോദിക്കും. ബാലൻ പറഞ്ഞു, അല്ലട മോനെ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അപ്പത്തേക്കും ഗോമതി വന്നിട്ട് പറഞ്ഞു, ബാലേട്ട കാറ് മേടിക്കുന്ന കാര്യം ഒരു വാക്ക് പോലും ബാലേട്ടൻ പറഞ്ഞില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എങ്ങനെ പറയാനാ, എല്ലാം ഒരു സർപ്രൈസ് അല്ലേ. ഇനിയിപ്പോ ഉദയഭാനു സാറിന്റെ നാണക്കേടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. അവരുടെ വീട്ടിൽ 2-3 വണ്ടിയൊക്കെ കാണത്തില്ലേ, പോരാത്തന്നെ ഇനിയിപ്പോ ആ പെങ്കൊച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും പുറത്തേക്കൊക്കെ പോകാനായിട്ട് വണ്ടി വേണ്ടേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടോ മീനാക്ഷിയുടെ മുഖം അങ്ങോട്ട് മാറി. ഇത്ര നാളായി താൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു വണ്ടി മേടിക്കുന്നതിനെ കുറിച്ച് ഇന്നു വരെ പറഞ്ഞിട്ടില്ല. അപ്പൊ പുതിയ മരുമോള് വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ അച്ഛനാണെങ്കിൽ പുതിയ വണ്ടിയൊക്കെ മേടിച്ചിരിക്കുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ആപ്പടെ സങ്കടം വന്നു. ആകാശ് ശ്രദ്ധിച്ചു മീനാക്ഷിയുടെ മുഖം ശ്രദ്ധിച്ചു. ആകാശിന് മനസ്സിലായി, കാരണം അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. പുതിയ മരുമോള് വരുവാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ബാലൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, അല്ല അളിയനെ ഇനി വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ ആകാശ് പറഞ്ഞു, വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിലും അച്ഛൻ അതൊക്കെ പഠിച്ചെടുത്തോളും, പോരാത്തന് ആനന്ദേട്ടന് അറിയാലോ, ആനന്ദേട്ടൻ ഓടിച്ചോളൂ എന്നൊക്കെ പറയാണ്. ഇനിയിപ്പം ബാക്കി എല്ലാരും ഈ വീട്ടിലെല്ലാരും പഠിച്ചെടുത്തോളൂ എന്ന് പറയാം. ഇത് കേട്ടൻ ബാലനൊന്നും മിണ്ടാൻ നിൽക്കുവാണ്. ഇനിയിപ്പം നാളെ അറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം. ഇനിയിപ്പം ഇവർക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ആനന്ദ് മേടിച്ചോണ്ട് വന്നാണെന്നും പറയാൻ പറ്റില്ല. ആനന്ദിന്റെ മനസ്സിലുണ്ട് ചില സങ്കല്പങ്ങളൊക്കെ. ഒരു കാരണവശാലും
ശ്രീദേവി ഇങ്ങോട്ട് വന്നപ്പോ ഒന്നിനും കഷ്ടപ്പെടല്ല. അവൾക്ക് ഇവിടെ എല്ലാ രീതിയിലും നല്ലതായിരിക്കണം, രാജകീയമായിട്ട് അവള് ജീവിക്കണം, എങ്ങനെയൊക്കെ ചിന്തയുണ്ട്. അതിനു വേണ്ടിയിട്ടാണല്ലോ വീട് വരെ പുതുക്കി പണിയാനായിട്ട് എഞ്ചിനീയറെയൊക്കെ കൊണ്ടുവന്നത് തന്നെ. ഒരു കാര്യം മീനാക്ഷിക്ക് ഉറപ്പായി, ഇതിങ്ങനെ പോയിട്ടുണ്ട് ഒരു നടക്കി പോകത്തില്ല എന്നുള്ള കാര്യം. അവളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ താനൊക്കെ വെറും രണ്ടാം തരക്കാരിയായി പോകുന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ, ഇത്ര വിവേചനമാണെങ്കിൽ, ഇനിയിപ്പോ അവളും കൂടെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ മീനാക്ഷി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.